First time examination 2025-26 class 5. Here are some instructions. You will get a 15-minute school of time. Answer all the questions, but you can select 3 and 5. Answer either A or B. Internal choice is provided for activities 3 and 5. 3ഉം 5ഉം ചോദ്യങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. Question number 1. Reading comprehension. ആശയം വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. റീഡ് ദ പോം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ പോയം വായിച്ച് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. കൂട്ടുകാരുടെ ചിത്രമാണ്. ഫ്രണ്ട്സ് ഫോർ എവർ. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്. ടേക്ക് ഫണ്ണി സെൽഫീസ്. ഷെയർ അവർ ജോയ്സ്. We watch cartoons and dance around and laugh until we fall to the ground. We play on the phones and paint on walls with kindness shining from the heart. We are best friends in all we do and wish each day was playtime too. ഇതിൽ നൽകിയിരിക്കുന്ന ABCD ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. ABCD. അതിനകത്ത് ശരിയായ ഉത്തരം എടുത്തെഴുതുക എന്നുള്ളതാണ് പ്രവർത്തനം. What kind of activities do the speaker and his friends enjoy doing together? Reading books and doing homeworks, playing on swings and watching cartoons, cooking and gardening, and D. painting walls and cleaning rooms. കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അതിന് 2 തവണ വായിക്കേണ്ടി വരും. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വി വാച്ച് കാർട്ടൂൺസ് ആൻഡ് ഡാൻസ് അറൗണ്ട്. പെയിൻറ്റിങ് വാൾസ് ആൻഡ് ക്ലീനിങ് റൂം കൊടുത്തിട്ടില്ല, നോക്കുക. പെയിൻറ്റിങ് വാൾസ് പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. ആൻസർ നൽകിയിട്ടുണ്ട്, നോക്കുക. വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് സേസ് അബൌട്ട് ഫ്രണ്ട്സ്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക്. It says about the value of their friendship. It shows they have flashlights. It explains the weather. What is the line? With kindness, ദയയോടെ, shining from the heart. ഹൃദയത്തിൽ ദയ സൂക്ഷിക്കുന്നവരെ കുറിച്ച് ഇവിടെ എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത് നോക്കുക. ശരിയായ ഉത്തരം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നമ്പർ സി. ഓപ്ഷൻ നമ്പർ. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോം? ആങ്കർ, ജോയ്, ഫിയർ, സർപ്രൈസ്. ഇതിലേത് വികാരമാണ് ഈ കവിതയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്? ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നാണ്. ഫിയർ ഭയം, സർപ്രൈസ് അത്ഭുതം, ജോയ് നിങ്ങൾക്കറിയാം സന്തോഷം. ഡി. ക്വസ്റ്റ്യൻ ഡി. യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. നിങ്ങളുടെ സുഹൃത്തുക്കളൊത്ത് ഒന്നിച്ച് നിങ്ങൾക്ക് ധാരാളം ഫൺ, ജോയ് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നല്ല സന്തോഷിച്ച, ഒന്നിച്ച് കളിച്ച, ഒന്നിച്ച് ടൂറ് പോയ, അല്ലെങ്കിൽ ഒന്നിച്ച് യാത്ര ചെയ്ത, അല്ലെങ്കിൽ ഒന്നിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ച, ഡാൻസ് ചെയ്ത നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് ചെയ്ത ഏതെങ്കിലും ഒരു ഫൺ തിങ്സിനെ കുറിച്ച് എഴുതുക. നെക്സ്റ്റ് കംസ് ദ ആക്ടിവിറ്റി തേർഡ് ആൻഡ് ഹിയർ യു ഹാവ് ഓപ്ഷൻ. തേർഡ് എ ആൻഡ് തേർഡ് ബി. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുള്ളതാണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. തോട്ട്സ് ആണ് എഴുതേണ്ടത്. 2 പേരുടെ തോട്ട്സ് നൽകിയിട്ടുണ്ട്. ബ്ലൂ എഞ്ചിൻ്റെ തോട്ട്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്ററിൻ്റെ തോട്ട്സും വായിക്കാം. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. ടുമോറോ ഈസ് മൈ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. ഹി തോട്ട്. ഹി ഫെൽറ്റ് ലേസി. ലേസി എന്ന് പറഞ്ഞാൽ മടി പിടിക്കുക. ചെസ്റ്റർ വാസ് വറീഡ് സങ്കടപ്പെടുക. ആൻഡ് അപ്സെറ്റ്. He wanted to stay at home and play with his friends. Write down Chester's thoughts. Does Chester like to go to school? വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. He is not ready to. He felt lazy അല്ലേ? അപ്പോൾ അതങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. ചിന്തിക്കുന്നത് പോലെ, ചെസ്റ്റർ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ എഴുതുക. Will he miss his home? No. He will miss his play friends, isn't it? What will be think about his friends in the forest? അപ്പോൾ ആ 3 കാര്യങ്ങൾക്ക് ഉത്തരം എഴുതി കുറച്ച് ആധികാരികമായിട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. തേർഡ് ബി. ദ ക്ലൗൺ സോ എ ബ്ലൂ എൻജിൻ കമ്മിങ്. വിൽ യു പുൾ us over the mountain? The boys and girls will have no toys or good food. And clown said, the little blue engine thought for a while.
Will you pull us over the mountain? The boys and girls will have no toys or good food. And clown said, the little blue engine thought for a while. Write down the thoughts of the little blue engine. Will the blue engine be able to pull the train? What will she feel when she sees the dolls and toys crying? എല്ലാവരും കരയാണ് ടോയ്സ് എല്ലാം. അപ്പോൾ എന്താണ് ചെയ്യുക, എന്താണ് അവൾക്ക് തോന്നുന്നത്? വിൽ ഷീ തിങ്ക് അബൌട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ മൗണ്ടെയിൻ? അപ്പോൾ അത് ചേർത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് എ റിഡിൽ. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹെർ കാർഡ്സ് വെയർ, അതായത് അതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ മുഴുവനും ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദം? വളരെ എളുപ്പമല്ലേ? എക്രോസ് 1 and 4 എക്രോസ് ആണ്. 2, 3, 5 ഡൗൺവേർഡ്സ് എഴുതാനുള്ളതാണ്. ഡൗൺ. 1 ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ്. തേൻ ഇഷ്ടമുള്ള മൃഗം ഏതാണെന്ന് ഓർക്കുക. ഐ സ്ലീപ്പ് ഇൻ കേവ്സ്, ഞാൻ ഗുഹകളിൽ താമസിക്കുന്നു, ഉറങ്ങുന്നു. 4th one ഐ ആം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്, ഐ ഹാവ് എ ട്രങ്ക്. ട്രങ്ക് തുമ്പിക്കൈയുള്ള മൃഗം. ഡൗൺ എഴുതേണ്ടത്. ഇവിടെ ഒരു പസിൽ ബോക്സ് പോലെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതിയാൽ മതിയാകും. ജസ്റ്റ് റൈറ്റ് ഡൗൺ ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ. ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ, ആൾക്കാരെ എടുക്കാൻ സാധിക്കും. ഐ ആം ടോൾ, ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്. ഇല തിന്നുന്നു, നീണ്ട കഴുത്തുണ്ട്. ഐ ആം ടോൾ, നല്ല ഉയരമുണ്ട്. 5th one ഐ ആം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്. സർക്കസിൽ ചിരിപ്പിക്കുന്ന ഒരു ജീവി അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുക, എഴുതുക. ഓക്കെ. 5th question ആൻഡ് ഹിയർ യു ഹാവ് വൺ മോർ ഓപ്ഷൻ. 5th A is there, 5th B is there. Among 2 activities, one you can select. Attempt any one activity from the following. Chester is standing at the school gate. It was his first day at school, നമ്മൾ കണ്ടു. He was worried and upset, അത് നമ്മൾ കണ്ടു. Suddenly he met a child named Riley. He too looked sad, അവനും സങ്കടമായിരുന്നു. Chester shared the secret of kissing hand to comfort Riley. ആശ്വാസം ലഭിക്കാൻ എന്താ ചെയ്യുക എന്നുള്ള സീക്രട്ട് ഇവർ രണ്ടുപേരോട് ഷെയർ ചെയ്യാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് റിലേ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ്. ഒരു 4 വരി ഡാഷാണ് നമ്മൾ കാണുന്നത്. അറ്റ്ലീസ്റ്റ് പക്ഷെ ഒരു 6-7 എക്സ്ചേഞ്ചസ് എഴുതുമ്പോഴാണ് ഒരു 4 എക്സ്ചേഞ്ചസ് നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുക. അതുകൊണ്ട് നല്ല ഗ്രേഡ്, ഉയർന്ന ഗ്രേഡ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ടും കൂടുതൽ വരികൾ എഴുതി ചേർക്കാനും അത് മീനിങ് ഫുൾ എക്സ്ചേഞ്ചസ് ആവാനും ശ്രമിക്കണം. ഓക്കെ. അതും അല്ലെങ്കിൽ 5B എഴുതാം. 5B എന്താണ്? കോൺവെർസേഷൻ തന്നെ എഴുതാനുള്ളതാണ്. മറ്റൊരു ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. At last the little blue engine pulled the little train to the top of the mountain. The dolls and animals cried out of joy. ഒരു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. You did a great job. I never thought you could do it. The little train congratulated blue engine. The little blue engine. അവർ തമ്മിൽ അഭിനന്ദിക്കുകയാണ്. ലിറ്റിൽ ട്രെയിൻ കൺഗ്രാജുലേറ്റഡ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, എഞ്ചിനെ അഭിനന്ദിക്കുകയാണ്. റൈറ്റ് ഡൗൺ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ദ ലിറ്റിൽ ട്രെയിൻ പറയുകയാണ്, ഓ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ യു ആർ ഗ്രേറ്റ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്താണ് പറയുന്നത്? അങ്ങനെ ആ സംഭാഷണം നല്ല സമൃദ്ധമായിട്ട് അതിൽ തന്നെ കുറേ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് യു എന്നൊക്കെ പറഞ്ഞ് സെൻറ്റൻസ് കൂട്ടുക, കോൺവെർസേഷൻ കൂട്ടുക, സംഭാഷണം. ആൻസർ ഓൾ ദ ആക്ടിവിറ്റീസ് നേരത്തെ നമ്മൾ ക്ലിയർ ആയിട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് 6th ആക്ടിവിറ്റി പിക്ചർ സ്റ്റോറി, ഒരു ചിത്രകഥ നൽകിയിരിക്കുകയാണ്. യു ആർ വെരി ഫെമിലിയർ വിത്ത് പിക്ചർ സ്റ്റോറീസ് ഇസൻറ്റ് ഇറ്റ്? ഈവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ. എന്തൊക്കെ സംഭവിച്ചത്, കഥയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ചിത്രത്തിൽ നമുക്ക് വ്യക്തമാണ്. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ടു സ്റ്റോറി. സം ഡയലോഗ്സ് ആർ ഗിവൺ. ഐ വിൽ ക്യാച്ച് യു നൗ. ഹു ആർ ദ ക്യാരക്ടേഴ്സ്? വേർ ഈസ് ഇറ്റ് ഹാപ്പനിങ്? ഓപ്സ് ഐ ഫെൽ ഇൻ ടു എ ബിഗ് ഹോൾ. ആരാണ് കുഴിയിൽ വീണത് നോക്കുക, ആരാണ് കുഴിക്ക് പുറത്തുള്ളത് നോക്കുക. ഓ ഗോഡ് ഐ ആം സേഫ്. എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഈ കഥയാണ് നമ്മൾ എഴുതേണ്ടത്. 1, 2, 3, 4 ആ സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ഒരിക്കൽ കൂടി വായിച്ച് നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ സാധാരണ ഈ ഡയലോഗുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഡയലോഗുകൾ എഴുതി ചേർക്കുക. സ്ഥലം, സമയം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക,
അങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ കൂടി ചേർന്നുമ്പോഴാണ് ഒരു കഥയാകുന്നത്. അതുപോലെ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ചോദ്യങ്ങൾ എഴുതിയെടുത്ത് ഉത്തരങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി പഠിച്ച് വീണ്ടും ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒരു ആൻസർ ഷീറ്റ് വീട്ടിൽ സംഘടിപ്പിച്ച് ഒരു A4 ഷീറ്റ് എടുത്ത് പരീക്ഷ എഴുതി നോക്കണം. ഒരിക്കൽ കൂടി പരീക്ഷ നിങ്ങൾ എഴുതി നോക്കുക, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.